രാവിലെ തന്നെ നല്ല മഴയേ. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കണമെന്നൊരു പൂതി. അങ്ങനെ ശാലിനി ഒരു കട്ടൻ ചായ ആക്കി തന്നെ. അപ്പോഴത്തേക്കുണ്ടല്ലോ ഇതാ കുറച്ച് കടലൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചെന്നെ. നല്ല ചൂട് കടല. ആദ്യം നമ്മൾ ഗസ്റ്റിനൊക്കെ പറഞ്ഞേ, ഇത് നമ്മളെ വിനോട്ടൻ നമ്മളെ ഫ്രണ്ടാണ്. അപ്പോൾ ആദ്യം ഓർക്ക് കുറച്ച് കൊടുത്ത് കിട്ടിയത് അധികമായപ്പം ഓരിതാ കുറച്ച് എനിക്ക് ഇങ്ങോട്ടേക്കും തന്ന്, എനിക്ക് കുറച്ച് അധികമായപ്പം ഞാൻ എന്ത് ചെയ്ത് അത് വർഷക്കും കൊടുത്ത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഷോപ്പിലിരുന്ന് കടലൊക്കെ തിന്നലാന്ന് രാവിലെ തന്നെയുള്ള പരിപാടി കേട്ടോ. ഇടയ്ക്ക് കസ്റ്റമർ ഇല്ലാത്ത സമയമാണ് എൻ്റെ സ്ഥിരം പരിപാടി ചെയ്ത് ഒന്നുകിൽ കടലൊക്കെ വാങ്ങും, ഇല്ലെങ്കിൽ കടികളെന്തെങ്കിലും വാങ്ങും കേട്ടോ. പപ്സ്, ഇങ്ങനെ കൽമാസ്, അങ്ങനെ ഒരുപാട് ഐറ്റം കിട്ടാനുണ്ടേ. അങ്ങനെ എന്തെങ്കിലും കടി വാങ്ങിയിട്ട് എല്ലാവരും കൂടി കഴിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുമ്പോൾ ഒരു സുഖമാണല്ല, അതങ്ങ് ആസ്വദിക്കുക. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ചൂട് കടിയും നല്ല കട്ടൻ ചായയും അടിപൊളിയാണ്. അപ്പോൾ ഇതാ കസ്റ്റമർ വന്നേ, ഇതാ ബില്ലിംഗ് ടൈമാണ്. നമ്മൾ ആ മിഷൻ്റെ മുകളിൽ കയറി നിൽക്കണം, ആരോഗ്യത്തിന് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ സ്കോട്ട്. ഈ ഏട്ടൻ നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ്. ഇതാ സ്കോട്ട് അടിക്കണം, 40 സ്കോട്ട് അടിക്കണം. അപ്പോൾ ഇതാ ഒരു എണ്ണി അടിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ അവർക്കൊരു ചമ്മൽ, അതുകൊണ്ട് ഷബീറോടാണ്, ഷബീറെ നീയും കൂടി നിൽക്കണം, അത് നിർബന്ധമായിട്ട് നിൽക്കണം. കാരണം ആരാണ് അറ്റൻഡ് ചെയ്ത് അവരെ കൂടി ഇവരെ കൂടെ സ്കോട്ട് ചെയ്യണമെന്നാണ് നിർബന്ധം. അപ്പോൾ ഇതാ സ്കോട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ 100 റുപ്യ കേട്ടോ. ബില്ലിങ്ങെല്ലാം കഴിഞ്ഞാൽ ഇത് സ്കോട്ട് അടിച്ചതിൻ്റെ മാത്രം പൈസയാണ് 100 രൂപ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചെറിയ കുട്ടിക്കുള്ള കാതുകുത്ത്, അറിയാമല്ലോ, കുട്ടികളെ കാതുകുത്ത് നമ്മളെ ഷോപ്പിൽ സൗജന്യമാണ്. പിന്നെ ഇത് മമ്മദ് കേട്ടാ, എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഒരുപാട് ഐഡിയകൾ പറഞ്ഞുതരും, ഒരുപാട് ഉപദേശങ്ങളും തരുന്ന നല്ലൊരു അനിയനാണ് നമ്മളെ മമ്മദ്. ഈ മിഷൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കൈ കണ്ട ഇതാർക്കും ഉണ്ടായിട്ടില്ല കേട്ടാ. കൈക്ക് മൊത്തം രോമാഞ്ചം, അത് മുള്ളു പോലെ നിന്നിട്ടുണ്ട് സ്കിന്നിൽ. അത് കണ്ടിട്ട് എല്ലാവരും ചെട്ടിപ്പോയി കേട്ടോ, ഭയങ്കര അത്ഭുതം. ഇത് നമ്മളെ മമ്മദിൻ്റെ അനിയനാണ്. മുന്നേ സ്വർണ്ണം വാങ്ങാൻ വന്നപ്പോൾ മിഷൻ്റെ മുകളിൽ കയറ്റി നിർത്തിയതാണ്. പിന്നെ ഇത് അനിയൻ്റെ മോനാണ്, മോൻ്റെ പേരും മമ്മദ് എന്നാണ് കേട്ടാ. ഇതാ അടുത്താൾ കണ്ട സ്കോട്ട് അടിക്കുന്നത്. ഇവരെ കൂടെ എല്ലാം ലേഡീസായിട്ടുള്ളത്, ഇയാൾ മാത്രമാണ് ആൺകുട്ടിയായിട്ടുള്ളത്. അപ്പോൾ ഇതാ ചങ്ങായി വന്നിട്ട് ധൈര്യത്തിൽ സ്കോട്ട് അടിച്ച് ഇതാ പൈസയും വാങ്ങിയിട്ടുണ്ട് കേട്ടാ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഒറ്റയടിക്ക് 100 റുപ്യ ഇട്ടല്ലേ, ഇതാ ഹാപ്പി ആയിട്ട് പോകുന്ന ആൾ. പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസങ്ങളും നമ്മൾ ഷോപ്പിൽ വന്നവരാണ്. എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ വൈബ്രേഷൻ മിഷനിൽ കയറി നിൽക്കുന്നുണ്ട്, അതുപോലെ സ്കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇയാളറിയാല നമ്മൾ അച്ചൂട്ടെ, എൻ്റെ പേര് ഷോപ്പിൽ വരുന്നതാണ്. എന്തിനാ വരുന്നറിയുക, ഇതാ സൂചിയറോട് കയറ്, എന്നിട്ടോ ഒരു 10-50 പറഞ്ഞിട്ട് നടുക്ക് കൊള്ളിക്കുക, എന്നിട്ട് നിർബന്ധിച്ചിട്ട് പപ്പയിറക്കുന്നത് സമ്മാനം വാങ്ങുകയുള്ളൂ. അതാണ് അച്ചോട്ടൻ്റെ പരിപാടി. സൂചിയറ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി കണ്ടാ, ഇതാ സ്റ്റൂളെല്ലാം മലത്തിയിട്ടിട്ട് വോളിബോൾ കളി. കുറേ സമയം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലല്ല ഇവളെൻ്റെ ഷോപ്പ് മൊത്തം അട്ടിമറിക്കും. പിന്നെ ഈ ഒരു ഫാമിലിനെ കണ്ട, ഇവർ നമ്മളെ നാട്ടിലല്ല, ഇവരുടെ സ്ഥലം അഞ്ചരക്കണ്ടിയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് സ്ഥലം. ഇതാ ഇവർ മാഷാണ്. അപ്പോൾ മാഷും ഫാമിലിയെല്ലാം നമ്മൾക്ക് വന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ടാണ്, നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്, നമ്മളെടുക്കുന്ന സ്വർണ്ണം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ സ്വർണ്ണം വാങ്ങിക്കായിട്ട് ഇതാ സൂചിയേറ് തുടങ്ങിയിട്ടുണ്ട്. നോക്കിയാട്ടെ, റെഡ് കൊള്ളിച്ചിട്ടുണ്ട്, ബാക്കിയുണ്ട്. മാഷ് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇതാ സമ്മാനം ഡോളാണ്, അത് നമ്മളെ കുഞ്ഞിമോക്കാണ് ഡോള് സമ്മാനമായിട്ട് കിട്ടിയത്. പിന്നെ അടുത്തത് സ്കോട്ടിനും ഇവർക്ക് നല്ല താല്പര്യമാണ്. കാരണം ഇവർ നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട്, ഇവിടെ എന്തെല്ലാം ഉള്ളത് എന്നുള്ളതെല്ലാം ഇവർക്ക് നന്നായിട്ട് അറിയാമല്ലേ. ഒരു ദിവസം ഉണ്ടല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ സ്കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കോട്ട് അടിച്ച് കഴിഞ്ഞാലുള്ള ഗുണമുണ്ടല്ല, അത് അടിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവുക. ഇതാ നോക്കിയാട്ടെ, മുഖത്തൊരു നവന്മേഷം. അപ്പം നമ്മൾ 100 റുപ്യ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്തായാലും ഇത്ര ദൂരത്തുനിന്ന് വന്നിട്ട് അവർക്ക് മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും നല്ല സന്തോഷം. പിന്നെ നമ്മളപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ലാസ്റ്റ് ഇതായി മിഷൻ്റെ മുകളിൽ നിന്ന് കയറണം എന്നൊരാഗ്രഹം ഏച്ചിക്ക്. കയറിയ ആകെ ഒരു വിറ പോലെ ഉണ്ടായിന്, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ കാലുവേന മുട്ടുവേനയൊക്കെ ഇതിൽ കയറിയാൽ മാറുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിൽ തന്നെ മടങ്ങുന്നുണ്ട്. ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. നമ്മളെ വീഡിയോ കൊണ്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. പിന്നെ ചിലർ വിളിച്ചാൽ പറയലുണ്ടേ, നമുക്ക് നിങ്ങളെ കാണാൻ വരണമെന്നുണ്ട്, പക്ഷേങ്കിൽ ജ്വല്ലറിയിൽ വന്ന് എന്തെങ്കിലും വാങ്ങണ്ടേ, അതിന് വലിയ പൈസ വേണ്ടത്. ഞാൻ പറയുന്നത് നമ്മളെ കാണാൻ വരുന്നവർക്ക് കണ്ടിട്ട് പോകുക കേട്ടാ. സ്വർണ്ണം വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ വന്ന വെറും കൈയോടെ വിടില്ല, എന്തൊക്കെ ഒരു ഗിഫ്റ്റ് അല്ല നിന്നിട്ട് നമ്മൾ വിടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം കേട്ടാ. ഇത് കണ്ട നമ്മളെടുക്കുന്ന സ്കോട്ട് അടിച്ചതില്ലേ ഏറ്റവും പെർഫെക്റ്റ് സ്കോട്ടായത്. നോക്കിയേട്ടെ, ശരിക്കും മുട്ടും മണങ്ങിയിട്ടുള്ള പരിപാടി അടിപൊളിയാക്കിയിട്ട് ഏട്ടൻ ചെയ്തതിന് ഏട്ടന് 100 റുപ്യ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇത് അതിനുശേഷം ഏട്ടൻ ഇതാ സൂചി കയറി കേട്ടാ. നല്ല താല്പര്യത്തോടാന്ന് പറയുക എല്ലാം ചെയ്ത് കേട്ടാ. വളരെ താല്പര്യത്തോടെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയും എന്തായാലും ചെറിയൊരു സമ്മാനം സൂചി എറിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. അടുത്തതുണ്ടല്ലോ ഇതാ ഒരു പെൺകരുത്താന്നേ. മിക്കവാറും പെൺകുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട് അടിക്കാൻ നിൽക്കല്ല കേട്ടാ. ആൺകുട്ടികളൊക്കെ നല്ല ജോറാന്നേ. പക്ഷേ ഇതാ ഈ കുട്ടി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കേട്ടോ, നല്ല വൃത്തിക്ക്
എനിക്കൊന്ന് ആൺകുട്ടികൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ല വൃത്തിക്ക് സ്കോട്ട് അടിച്ചിട്ടുണ്ട് നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, പെൺകുട്ടികളായാലുണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കണം, നല്ല ചുറുചുറുക്ക്, എല്ലാത്തിനോടും പ്രതികരിക്കുന്ന, എന്തും ചെയ്യാൻ പറ്റുന്ന കുട്ടികളായി വളരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാ ഈ കുട്ടി സ്കോട്ട് അടിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സമ്മാനം ഇതാ പറന്ന് വരുന്നുണ്ട്. അങ്ങനെ 100 രൂപ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രോത്സാഹന സമ്മാനം മാത്രമാണ്, ആരോഗ്യത്തിന് വേണ്ടിയുള്ള ബോധവൽക്കരണം ഇത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്കുണ്ടല്ലോ ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. ഈ വരുന്നവർ കൂടുതലുണ്ടല്ലോ നമ്മൾ വീഡിയോ കണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കൂ, ഇവിടെ സ്കൂജിയറില്ലേ, സ്കോട്ടില്ലേ, പിന്നെ ആ മെഷീനോടുത്ത് കയറി നിൽക്കുന്നെല്ലാം മറ്റ് ഇങ്ങോട്ട് വന്ന് ചോദിക്കലാണ്. പിന്നെ ഈ ഒരു ഫാമിലിനെ കണ്ട, ഇവർ നമ്മളെ നാട്ടുകാരല്ല, ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയാണ്. കാഞ്ഞങ്ങാടാണ് ഇവരെ സ്ഥലം. അതായത് ഇത് ഷാജിയേട്ടൻ ആൻഡ് ഫാമിലിയാണ്. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കാഞ്ഞങ്ങാടിനെ നമ്മളെ കാണാനും സ്വർണം വാങ്ങാനും വന്നതാണ് ഷാജിയേട്ടൻ. ഞാൻ 10-20 വർഷമായിട്ട് ഇവിടെ ജ്വല്ലറി നടത്തുന്നുണ്ട്. നല്ല കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇതുപോലെ ആൾക്കാർ നമ്മളെ തേടി വരുന്നത്, ഇത്ര ദൂരം നിന്നൊക്കെ. സത്യം പറയില്ല, ഈ 10-20 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങളാണ് ഇതൊക്കെ.